ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിവിടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോയാലും നമുക്ക് പ്രത്യാശ തരുന്ന, ധൈര്യം പകരുന്ന, ജീവൻ്റെ ചൈതന്യമുള്ള വചനം കേൾക്കുവാൻ ഈ പുതിയ വർഷത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് 1000 സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ഇടവ വികാരി ബഹുമാനപ്പെട്ട ജിജോറ്റി മുത്തേരി അച്ഛൻ കഴിഞ്ഞ മെയ് മാസം മുതൽ നമ്മുടെ ഇടവകയിൽ അനുഗ്രഹപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ പാരിഷ് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ എല്ലാ ക്രമീകരണത്തിനും ആവശ്യമായ നല്ല നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും നൽകി വരുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ ഇടയൻ തൻ്റെ ആരാധനയിലൂടെയും വചനഘോഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അച്ഛൻ അനേകർക്ക് ഒരു ആശ്വാസമായി തീരുന്നുവെന്ന് വിസ്മരിക്കുവാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ബഹുമാനപ്പെട്ട ജിജോറ്റി മുത്തേരി അച്ഛനെ പാരിഷ് മിഷൻ്റെ ഈ ഗോൾഡൻ ജൂബിലി കൺവെൻഷനിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാരിഷ് മിഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട BGM രാജു അച്ഛൻ ഇപ്പോൾ ഓൺ ദ വേയിലാണ്. അല്പം താമസിച്ച് വരികയുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു വർഷക്കാലം അച്ഛൻ്റെ നേതൃത്വം പാരിഷ് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ അനുഗ്രഹമായി തീരുന്നു. കൂടാതെ അച്ഛൻ്റെ വിലപ്പെട്ട നല്ല നിർദ്ദേശങ്ങൾ ഈ കൺവെൻഷൻ്റെ അനുഗ്രഹപ്പെട്ട ക്രമീകരണത്തിന് വളരെ സഹായകമായി തീരുന്നു. ബഹുമാനപ്പെട്ട BGM രാജു അച്ഛൻ്റെ അഭാവത്തിലും ഈ കൺവെൻഷനിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യൂത്ത് ചാപ്പലിൽ ബഹുമാനപ്പെട്ട ബിനോയ് ബേബി അച്ഛൻ ഈ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും ഇടയിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതിനാൽ പാരിഷ് മിഷന് അച്ഛൻ്റെ സാന്നിധ്യം വളരെ കുറച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എങ്കിലും പാരിഷ് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ആവശ്യമായ നല്ല നിർദ്ദേശങ്ങൾ നൽകി തരികയും ചെയ്യുന്നു. ദൈവവചനത്തിൽ അച്ഛൻ്റെ അഗാധമായ പാണ്ഡിത്യം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്നുള്ള ആഴമായ ദർശനങ്ങളും അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് കൂടുതൽ ബലം നൽകുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ പുതിയ അറിവുകൾ സമ്മാനിക്കുന്നു. ബഹുമാനപ്പെട്ട ബിനോയ് ബേബി അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാരിഷ് മിഷൻ്റെ ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ മുഖ്യ പ്രാസംഗികനായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ സാറിനെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കായംകുളം പള്ളിക്കൽ സ്വദേശിയായ ബ്രദർ സെൻറ് തോമസ് മാർത്തോമ ഇടവാംഗമാണ്. തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുകയും കഴിഞ്ഞ 30 വർഷത്തിലുപരിയായി ദൈവവചനവുമായി അനേകരുടെ മധ്യത്തിൽ വേല ചെയ്യുന്നു. ഏകദേശം 25 വർഷത്തിന് മുമ്പ്, അതായത് 2000-ൽ നമ്മുടെ ഇടവകയുടെ ഒരു കൺവെൻഷനിലെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ ദേശത്ത് കടന്നു വന്ന് കൺവെൻഷനിൽ പ്രസംഗിച്ചത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. അത് നമ്മുടെ ദുബായ് ഇടവകയുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ കുറിക്കപ്പെട്ട ഒരു അനുഭവം കൂടെയാണ്. ഇപ്പോൾ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ബ്രദർ സുബി പള്ളിക്കൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ സുജ, ദൈവം ദാനമായി കൊടുത്ത 3 മക്കൾ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഈ ദേശത്ത് കടന്നു വരികയും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ സാറിനെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിലും പാരിഷ് മിഷൻ്റെ പേരിലും ഇന്ന് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ പേരിലും വളരെ സന്തോഷത്തോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവകയുടെ എക്സിക്യൂട്ടീവ്സ്, കൈസാന സമിതി മെമ്പേഴ്സ്, പ്രയർ ഗ്രൂപ്പ് സെക്രട്ടറിമാർ, പാരിഷ് മിഷൻ്റെ മുൻകാല നേതൃത്വം നൽകിയവർ, ഇപ്പോൾ പാരിഷ് മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ കൺവെൻഷനിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി കാലാകാലങ്ങളിൽ പാരിഷ് മിഷനെ സ്നേഹിക്കുന്ന
പാരീഷ് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്തായി നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനം. ഇന്ന് ഈ ആലയത്തിൽ കൂടി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാരീഷ് മിഷൻ്റെ 50-ാമത്തെ വർഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനോടുകൂടെ ചേർന്ന് ദൈവവചനത്തിൻ്റെ മുമ്പാകെ താഴ്മയോടിരിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. അതിനെ ഓർത്ത് 1000 സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചത് പ്രിയപ്പെട്ട സുബി പള്ളിക്കൽ സാറിനെയാണ്. സാറിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ നാളുകളൊക്കെ നമ്മുടെ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി വളരെ സുദീർഘമായി ശുശ്രൂഷ ചെയ്യുകയും വിവിധ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുവാൻ പ്രിയപ്പെട്ട മകനിലൂടെ ദൈവം ഈ നാളുകളിൽ എടുത്തുപയോഗിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മകൻ്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മുടെ ഇടവകയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും ഒരു ഉണർവും കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽപ്പാൻ ഉള്ള ശക്തിയും ലഭിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് പാരീഷ് മിഷൻ്റെ ചുമതലക്കാരും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുമാണ്. പ്രിയപ്പെട്ട പാരീഷ് മിഷൻ്റെ എല്ലാ ചുമതലക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ ക്രമീകൃതമായി ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമുഖമായി പ്രാരംഭ രാത്രി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസിൻ്റെ 2ാം മിഷണറി യാത്രയാണ്. പൗലോസിൻ്റെ 2ാം മിഷണറി യാത്രയിൽ പൗലോസും ശീലാസും തെസ്സലോനിക്ക സഭയിൽ ചെന്ന് ചേരുകയാണ്. അങ്ങനെ ചെന്ന് ചേരുമ്പോൾ അവിടുത്തെ സഭയിൽ 3 ദിവസത്തെ കൺവെൻഷൻ നടത്തുന്നു. അവിടെ സംഭവിച്ച 2-3 കാര്യങ്ങൾ വളരെ ചുരുക്കമായി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് അവരറിയപ്പെടാത്ത ഒരു ദേശത്തേക്ക് പോവുകയാണ്. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് അറിയപ്പെടാത്ത ഒരു ദേശത്തേക്ക് പോവുകയാണ്. ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ എല്ലാ മിഷണറി പ്രവർത്തനങ്ങളും, നമ്മുടെ സ്ഥാപനങ്ങളും. മാരാമൺ കൺവെൻഷൻ കഴിയുമ്പോൾ അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചതാണ് ഇന്ന് ഇന്ത്യയിലെ വിവിധ മിഷൻ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് വചനം നമ്മോട് ഹേമിക്കണം. ഓരോ വചന ശുശ്രൂഷയും കഴിയുമ്പോൾ അടിയനെ അയക്കണമേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓരോരുത്തരും നൽകണം. 2, ദൈവവചനം 3 ദിവസത്തെ ദൈവവചന ശുശ്രൂഷയിൽ അവർ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുകയാണ്. ഓരോ കൺവെൻഷനിലും കേൾക്കുന്ന ദൈവവചനം നമ്മെ ചലിപ്പിക്കണം, നമ്മെ യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റണം. ആ യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒത്തിരിയും കൂടെ ചന്തമുള്ളതായിത്തീരുന്നത്, വർണ്ണമുള്ളതായിത്തീരുന്നത്. കേട്ട് യാതൊരു വ്യതിയാനവുമില്ലാതെ വീണ്ടും പഴയതുപോലെ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ യേശുവിൻ്റെ ശിഷ്യനായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. തെസ്സലോനിക്ക സഭ 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറിയതുപോലെ ഇന്ന് രാത്രിയിൽ ദുബായ് മാർത്തോമ ഇടവകയുടെ ഈ കൺവെൻഷൻ തീരുമ്പോൾ നമുക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുവാൻ കഴിയണം. 3-മതായി അവർ കരുതലുള്ള സമൂഹമായി മാറി. കരുതലുള്ള സമൂഹം. എങ്ങനെയാണ് കരുതലുള്ള സമൂഹമായി മാറിയത്? പൗലോസും ശീലാസും അവർ ദൈവവചനം കേട്ടപ്പോൾ, ദൈവവചനം പ്രഘോഷിച്ചപ്പോൾ
അവിടെ അവർക്കെതിരെ വലിയ ശക്തമായ ഒരു നീക്കമുണ്ടാകുകയാണ്. ഗുണ്ടകളെല്ലാം ചേർന്ന് ഈ പൗലോസിനെയും ശീലാസിനെയും ആക്രമിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഇതാ ആ ദേശത്തിലെ ഒരു ഭവനത്തിൽ പൗലോസിനും ശീലാസിനും ഭദ്രമായ ഒരു 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 പാർപ്പ് ക്രമീകരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഇവരെ ആക്രമിക്കുവാൻ വന്ന ഈ സംഘം മനസ്സിലാക്കുകയാണ് ഈ ഭവനത്തിൽ പൗലോസും ശീലാസും ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഭവനത്തെ വളയുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ പൗലോസിനെയും ശീലാസിനെയും അവിടെ സംരക്ഷിക്കുന്ന ഒരു ഭവനം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ വചന ശുശ്രൂഷയും നമ്മുടെ കരുതലും നമ്മുടെ മറ്റുള്ളവരോടുള്ള ബഹുമാനവും മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന അനുഭവവും കൂടണം. അതിരുകൾ കുറയണം, സ്നേഹം വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിക്കുമ്പോഴാണ് ഈ ജീവിതം ഏറ്റവും അർത്ഥമുള്ളതായിത്തീരുന്നത്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ആമുഖം നിർത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത് ദൈവവചനം സജീവമായി കേട്ട ഒരു സഭയാണ്. ദൈവവചനത്തെ മാറോട് ചേർത്ത ഒരു സഭ. ഇന്ന് രാത്രിയിൽ ദുബായ് മാർത്തോമ ഇടവക ദൈവവചനത്തെ മാറോട് ചേർക്കുന്നവരായിരിക്കണം. ദൈവവചനം കേൾക്കുവാനുള്ള ഒരു കൊതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ വർഷം വചനവർഷമാണല്ലോ. ദൈവവചനത്തെ കേൾക്കുവാനും ദൈവവചനത്തെ അനുസരിക്കുവാനും ദൈവവചനത്തെ മാറോട് ചേർത്ത് വെക്കുവാനും നമുക്ക് സാധ്യമായി തരണം. അങ്ങനെ സാധ്യമായി തീരുമ്പോൾ കർത്താവ് ഈ കൺവെൻഷനിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും ഒരനുഗ്രഹം ഉണ്ടാക്കിത്തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന ദൈവവൈതലേ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അഭാജ്യ ഘടകമായി മാറണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമില്ലാത്ത സത്യമായി മാറണം. നമ്മുടെ ഇടവകയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ് ഒബേദച്ചൻ. ഒബേദച്ചൻ്റെ പിതാവ് മരിച്ചപ്പോൾ അഭിമന്യ തീത്തുസ് തിരുമേനി ശുശ്രൂഷകൾക്ക് വേണ്ടി ഭവനത്തിലെത്തി. അപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വേദപുസ്തകം അഭിമന്യ തിരുമേനിയെ കാണിച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഈ സുവിശേഷകനായ ഒബേദച്ചൻ്റെ പിതാവ് 125 പ്രാവശ്യം ദൈവവചനം വായിച്ചു കഴിഞ്ഞു, ബൈബിൾ മുഴുവനായിട്ട്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു സുവിശേഷകനായി തൻ്റെ ശിഷ്ടായുസ് ഈ കർത്താവിന് വേണ്ടി ജോലി ചെയ്തു. താൻ കാലയവനകൾക്കുള്ളിൽ മറഞ്ഞപ്പോൾ തൻ്റെ മകൻ ഈ സഭയോട് പറയുകയാണ്, എൻ്റെ അപ്പൻ 125 പ്രാവശ്യം ദൈവവചനം വായിച്ചു. ഈ നിൽക്കുന്ന അച്ഛനും ഇരിക്കുന്ന നിങ്ങളും അതിൻ്റെ 1% പോലും വായിക്കാതെ ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നോടും നിങ്ങളോടും ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ ദൈവവചനത്തെ മാറോട് ചേർത്ത് പിടിച്ചാൽ, ഈ ദൈവവചനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ, ഈ ദൈവവചനത്തെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു കൊതിയോടെ ജീവിതത്തിനോട് ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പായി, ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പായി ഈ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറണം, ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറണം. അതിനാണ് ഈ കൺവെൻഷൻ രൂപപ്പെടുന്നത്. അതുകൊണ്ട് കൺവെൻഷൻ കേട്ട് വചനം കേട്ട് വെറുതെ പോകുന്നവരായി മാറാതെ നമുക്കും പറയാൻ സാധിക്കണം, നമ്മുടെ മക്കളും പറയണം, എൻ്റെ അപ്പൻ ഇത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചതാ. പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുമോ? എത്ര മീറ്റിങ്ങിന് പോയി എന്നല്ല പറയേണ്ടത്, എത്ര കൺവെൻഷൻ കേട്ടു എന്നല്ല പറയേണ്ടത്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഇത്രയും പ്രാവശ്യം ദൈവവചനം വായിച്ചതാ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചായി തീരട്ടെ. ഇത് ഏറ്റെടുക്കാൻ ആരുണ്ട്? ദുബായ് മാർത്തോമ ഇടവക ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഈ ഇടവക അനുഗ്രഹിക്കപ്പെടും. തയ്യാറാണെങ്കിൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. തയ്യാറാണെങ്കിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. തയ്യാറാണെങ്കിൽ നമ്മുടെ ഈ ദേശത്തിന് ഒരു വലിയ അനുഗ്രഹമുണ്ടായി മാറും. അതുകൊണ്ട് കർത്താവേ, എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു, എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ അറിയപ്പെടാത്ത ഇടങ്ങളിലേക്ക് ശുശ്രൂഷ ചെയ്യണം. ദുബായിൽ അതിനുള്ള അവസരമുണ്ട്.
നോർത്ത് ഇന്ത്യയിൽ പോകണ്ട, ദുബായിൽ അതിനുള്ള അവസരമുണ്ട്. തയ്യാറാണോ വിശ്വാസ സമൂഹമേ? നിങ്ങൾക്ക് പോകാൻ തയ്യാറാണോ? ചുമൽ കൊടുക്കുവാൻ തയ്യാറാണോ? ദൈവവചനത്തെ താല്പര്യത്തോടെ ഗ്രഹിക്കാൻ തയ്യാറാണോ? വചനം കേൾക്കുമ്പോൾ ഒരു ഡിസൈപ്പിൾ ആവണം, ശിഷ്യനായി മാറണം. അതിന് എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. അതിന് ഈ ദിവസത്തെ വചന ശുശ്രൂഷകളും വചന കൂടാരത്തിലെ നമ്മുടെ ഇരിപ്പും ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ സമയത്ത് ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ കൊയർ അതിന് നേതൃത്വം നൽകും. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് വചന കേൾവിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഗോൾഡൻ ജൂബിലി കൺവെൻഷനായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കഴിഞ്ഞ 50 വർഷക്കാലം നമ്മളെ വഴി നടത്തിയ ഒരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ. പലരാൽ ഹല്ലേലൂയ ഇതുവരെ എത്തിച്ച ഒരു ദൈവകൃപയുണ്ട്. ആമേൻ. ഈ വലിയ അനുഗ്രഹത്തിന് ഭാഗമാകുവാൻ ഒരു യോഗ്യതയില്ലാത്ത നമ്മൾക്കും സാധിച്ചതിനാൽ ഒന്ന് സ്തോത്രം പറയുമോ? ഹല്ലേലൂയ. എത്ര അനുഗ്രഹമായി നീ ഞങ്ങളെ കൂട്ടിവരുത്തി. ആമീൻ. ഹല്ലേലൂയ. ഈ 3 ദിവസം വചനത്തിൻ്റെ മാരി ഇവിടെ പെയ്തിറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ചില തീരുമാനങ്ങളുമായി നമുക്ക് തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകാം, ഈ ദേശത്തേക്ക് ഇറങ്ങാം. ആമീൻ. ഇവിടെ പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്: ശരണം അവൻ്റെ തണലിൽ നിഴലിൽ. ഹല്ലേലൂയ. വലമിടം ആയിരങ്ങൾ, വലവും ഇടവും ആയിരങ്ങൾ വീണപ്പോഴും കർത്താവ് നീ എന്നെ താങ്ങി. എൻ്റെ ആകുല വേലകളിൽ, ആപത്തിൻ്റെ നാടുകളിൽ നീ എന്നെ വഴി നടത്തി. ഓ, ഇന്നു വരെ നടത്തിയ ഒരു ദൈവമേ. അതുകൊണ്ട് ശാന്തമായി നാം ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് എല്ലാം മറന്ന് ഹല്ലേലൂയ ഈ അൻപുള്ള ദൈവത്തെ ഒന്ന് ആരാധിക്കുമോ? ആമീൻ. ആരോഗ്യമുള്ളവർ ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്ന് ദൈവം നമുക്ക് തന്ന കരങ്ങളടിച്ച് ഓ കർത്താവിനെ ആരാധിക്കാം. തുണ എനിക്ക് യേശുവാം, കുറവെനിക്കില്ലതാൽ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. വിശ്വാസത്തോടെ ഈ ഗാനം ഏറ്റുപാടിയാട്ട്. ആമേൻ. ഹല്ലേലൂയ.
ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഓ നിന്റെ കരുതലിനായി, നിന്റെ ഹല്ലേലൂയ കൃപയ്ക്കായി നന്ദിയോടെ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നാട്ടെ. കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. മനോഹരമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായ ദേവാലയത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം തന്നല്ലോ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇടവകയുടെ വികാരി ഏറ്റവും ബഹുമാന്യനായ ജിജോ ടീമുത്തേരി അച്ഛൻ, സഹവികാരി പ്രിയപ്പെട്ട ബിജി എം രാജു അച്ഛൻ, പ്രിയപ്പെട്ട ബിനോയ് ബേബി അച്ഛൻ, ഇടവക മിഷൻ്റെ ഇടവക ചുമതലക്കാർ, വിശ്വാസ സമൂഹം, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സന്ധ്യ വന്ദനം അറിയിക്കുന്നു. വളരെ ആഗ്രഹിച്ച ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നാം ഒരുങ്ങി വന്ന നമ്മുടെ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി യോഗത്തിൽ കർത്താവ് നമ്മോട് ഇടപെടുവാൻ നമുക്ക് ഈ രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പം കൊണ്ടും
അധികം കൊണ്ടും നമ്മെ പോഷിപ്പിച്ചയക്കാൻ വിളമ്പുന്ന കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് വിനയപ്പെടാം. പ്രത്യേകിച്ച് ഈ വർഷത്തെ ഈ ഇടവക മിഷൻ്റെ ഗോൾഡൻ ജൂബിലി കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എന്നെ ഇവിടെയൊക്കെ വിളിച്ചതിൽ എല്ലാവരോടും, വിശേഷാൽ ഇടവക വികാരി അച്ഛനോട്, സഹവികാരി അച്ഛനോട്, പ്രിയപ്പെട്ട ബിനോയ് അച്ഛനോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ തന്നെ ജിജോ അച്ഛൻ്റെ കൂടെയും ബിജി അച്ഛൻ്റെ കൂടെയും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ശുശ്രൂഷയിൽ അറിയാം, പരിചയമുണ്ട്. നല്ലൊരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് അതെനിക്ക് ഒത്തിരി സന്തോഷമാണ്. പുതിയ പുതിയ ബന്ധങ്ങൾ ലഭിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണല്ലോ. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പ്രത്യേക താല്പര്യവും സ്നേഹവും വാത്സല്യവും ദിവസങ്ങളിലൊക്കെ തുടർന്ന് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ബിനോയ് ബേബി അച്ഛനും ഞാനും കൂടെ അച്ഛൻ ശുശ്രൂഷിച്ച ഇടവകയിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അച്ഛൻ വികാരിയായിരുന്ന ഇടവകയിൽ കൺവെൻഷനിൽ എന്നെ വിളിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും ശുശ്രൂഷ കഴിഞ്ഞ് ഒരുമിച്ച് പിന്നെയും ഞങ്ങൾ തിരുവല്ലയിലേക്ക് മടങ്ങി വരികയൊക്കെ ചെയ്ത ആ യാത്രയുടെയും ശുശ്രൂഷയുടെയും ഒക്കെ ഒരു ബന്ധം അച്ഛനുമായിട്ട് എനിക്കുണ്ട്. വീണ്ടും അച്ഛനെ ഇവിടെ വെച്ച് ഇങ്ങനെ കാണുന്നതിലും ഒരുമിച്ച് ശുശ്രൂഷ പങ്കിടുന്നതിലും ഒരുപാട് സന്തോഷിക്കുന്നു. പ്രത്യേകം നന്ദി. ഇടവമിഷൻ്റെ ചുമതലക്കാർ ദിവസങ്ങളൊക്കെ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി ചെയ്ത ഇടവക മിഷൻ്റെ സെക്രട്ടറി, ട്രസ്റ്റി, വൈസ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, കൺവെൻഷൻ്റെ ചുമതലക്കാർ, ഇടവക ചുമതലക്കാർ, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എന്താണ് നമ്മളൊരു കൺവെൻഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? 2-3 ദിവസം നമ്മൾ ദൈവവചനം കേട്ട് ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മിൽ ഒരു മാറ്റമെങ്കിലും ഉണ്ടാകണം. എല്ലാറ്റിലും മാറും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ന്യൂഡൽഹി ജെറുസലേം മാർത്തോമ പള്ളിയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് വികാരിയായിരുന്ന സി ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എല്ലാറ്റിൽ നിന്നും മാറുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാൽ ഒന്നിനെങ്കിലും ഒരു ചേഞ്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ എങ്കിലും ഉണ്ടായാൽ നമ്മുടെ കൺവെൻഷൻ വളരെ അർത്ഥവത്താകും, അനുഗ്രഹമാകും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദിവസങ്ങളിലെ ശുശ്രൂഷ കഴിയുമ്പോൾ എവിടെങ്കിലുമൊക്കെ ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ചുള്ള ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി ഇന്ന് രാത്രിയിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കണം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായേ. ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായേ. ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായേ. ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായേ.
വേഗം നാം വേഗം നാം പോയിടാം, കാലമൽ തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം കാലമെല്ലാം തീരാറായി. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പരമപിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നീ കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ പകർന്ന ഒരാത്മ പകർച്ച, ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളുടെ മേൽ അയക്കണമേ. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾ നിന്റെ വചനത്തിൽ ഇന്ന് രാത്രി സന്തോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആമീൻ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി ഈ രാത്രിയെ ദൈവം തമ്പുരാനെ അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് വചനം പറയാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നണമേ. ഞങ്ങൾ ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് മൈലുകൾ യാത്ര ചെയ്ത് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിന് മാത്രമല്ല, ഈ ദേശത്തിൻ്റെ സൗഖ്യത്തിനുമാവാൻ അവിടുന്ന് കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുക. മഹത്വം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ സുപരിചിതമായ വളരെ മനോഹരമായ ഒരു വാക്യമാണ് നമ്മൾ ദൈവവചന ധ്യാനത്തിനായി വായിച്ച് കേട്ടത്. ഈ കുറുവാക്യം വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് പ്രസംഗം, പ്രത്യേകിച്ച് ദുബൈക്കാരുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ വിധത്തിൽ ഒരു ചിന്ത അല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ ഒരു സുവിശേഷ വേല നടന്ന ഒരു സ്ഥലമാണ് ദാനിയേലിന്റെ പ്രവചനത്തിലെ 6-ാമത്തെ അധ്യായം. അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലേക്ക് വലിച്ച് എറിയുകയാണ്. സിംഹക്കുഴിയിൽ വീണ ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ അന്നു രാത്രിയിൽ അവനെ വലിച്ചെറിഞ്ഞ രാജാവിന് ഉറക്കം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവ് സിംഹക്കുഴിയുടെ വാതിക്കൽ വന്നു. എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, എന്താണ് സുവിശേഷം? എന്താണ് യേശു ക്രിസ്തു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു, എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഒരു സുവിശേഷകനല്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് സുവിശേഷം പ്രസംഗിപ്പിച്ച സ്ഥലമാണ് സിംഹക്കുഴി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നു, 50,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം കെട്ടി ഒരു സുവിശേഷകൻ പ്രസംഗിച്ചാൽ എറിക്കാത്ത പ്രസംഗം ഒറ്റ പ്രസംഗത്തിലൂടെ പ്രസംഗിച്ച മനുഷ്യനാണ് ഈ രാജാവ്. അവൻ പറയുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, അതല്ലേ സുവിശേഷം? അതാണ് സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിൻ്റെ കാരണഭൂതനായ ദാനിയേൽ എന്തുകൊണ്ടാണ് എന്ന് 3 കാര്യം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേലിൽ ഒരു രാജാവ് വരണം എന്ന് ദൈവം ആഗ്രഹിച്ചില്ല. പക്ഷേ ഇവര് ദൈവത്തോട് പറഞ്ഞു, എല്ലാ സ്ഥലത്തും രാജഭരണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ഇവരെ നിർബന്ധിച്ച് വന്നപ്പോൾ ഇവരുടെ നിർബന്ധത്തിന്റെ ഫലമായി ഇവർക്ക് ദൈവം ഒരു രാജാവിനെ വാഴിച്ചു കൊടുത്തു. അവന്റെ പേരാണ് ശൗൽ. ഒത്തില്ല,
ചീറ്റിപ്പോയി. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇത്രയും ചീറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് വേറെയില്ല. അത് കഴിഞ്ഞ് ദൈവം രണ്ടാമത് രാജാവിനെ കൊടുത്തു. അവന്റെ പേരാണ് ദാവീദ്. മൂന്നാമത് രാജാവ് വന്നു, അവന്റെ പേരാണ് ശലോമോൻ. നമുക്കറിയാം, ഈ മൂന്നാമത്തെ രാജാവ് ശലോമോൻ വന്ന സമയത്ത് വേദപുസ്തകം പഠിച്ചാൽ അറിയാം, ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നും യഹൂദ എന്നും, തെക്കേ ദേശമെന്നും വടക്കേ ദേശമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ട ഈ സ്ഥലത്ത് ഒരു കണക്ക് പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രണ്ടായി വിഭജിക്കപ്പെട്ട ഈ സ്ഥലത്ത് 19 വീതം രാജാക്കന്മാർ ഭരണം നടത്തി. എത്ര? 19. 19ഉം 19ഉം 38. സൗൽ, ദാവീദ്, ശലോമോൻ. 38ഉം 3ഉം 41. അപ്പോൾ ഈ 41 രാജാക്കന്മാർ 411 വർഷം ഇസ്രായേലിനെ ഭരിച്ച് മുടിച്ച് തേച്ച് വെളുപ്പിച്ചു. യോഗം കഴിയുമ്പോൾ ഉപദേശി ആ വാക്യം ഒന്ന് കാണിച്ച് എന്ന് പറഞ്ഞ് ആരും എൻ്റെ അടുക്കലോട്ട് വരരുത്. സ്തോത്രം. എന്താ? 411 വർഷം 41 രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു മുടിച്ച് തേച്ചു വെളുപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ചോദിച്ചാൽ, ഭൂരിപക്ഷം രാജാക്കന്മാരും മരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇവർ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇവനെ കൊണ്ട് ഒരെണ്ണത്തിനെ കൊണ്ടും മിണ്ടെന്നേ കറക്റ്റ് ഒരു ഗുണവും വന്നില്ലെന്ന് കേട്ടോ. സ്തോത്രം. അപ്പൊ 411 വർഷം 41 രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു മുടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 411 വർഷത്തിനകത്ത് 23,000 ശബത്ത് കടന്നുപോയി. എവിടാ സുവിശേഷം പ്രസംഗിച്ചതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഈ ചരിത്രം നിങ്ങൾ പഠിക്കണം. 23,000 ശബത്ത് കടന്നുപോയി. ഈ 23,000 ശബത്ത് കടന്നു പോകുമ്പോൾ 1-2 രാജാക്കന്മാർ, യോക്കിയാം, സിദക്കിയാവ് എന്നീ 1-2 രാജാക്കന്മാരുടെ കാലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ആരുടെയും കാലത്ത് ശബത്ത് ആചരിക്കപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ആരാധന നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബിലോണിലേക്ക് ഏകദേശം 4,600 പേരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. അല്ലേ? 832, 745, ഒരു 3000 സംതിങ്. അങ്ങനെ 4,600 പേരെ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. ഈ കൊണ്ടുപോയതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പിടിച്ചോണ്ട് പോയവരാ, ഈ കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ചോണ്ട് പോയവരാരാന്നറിയാമോ? കൊണ്ടുപോക്കാൻ പെട്ടവരാരാന്നറിയാമോ? ചോരയും നീരുമുള്ള ഊശ്വരന്മാരായ ചുണക്കുട്ടികളാ. ദുബൈക്കാർ ചിന്തിച്ചു വേണം, ഈ പിശാച് ഒരുത്തനെ കൊണ്ടുപോയാൽ ഉറക്കം തൂങ്ങിയാലേ പിശാച് കൊണ്ടുപോകത്തില്ല. ഉറക്കം തൂങ്ങിയാലേ ആർക്ക് വേണ്ട? പിശാചിനും വേണ്ടാന്ന്. സ്വതന്ത്രം. ഈ പിശാച് ആരെയെങ്കിലും പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പിശാചും കൊണ്ടുപോകുന്നത്, ഞാനിങ്ങനെ പറയും, ഈ ചോരയും നീരുമുള്ള ഉത്സവന്മാരെ ആരും കൊണ്ടുപോകത്തുള്ളൂ? പിശാചും കൊണ്ടുപോകത്തുള്ളൂ. ഞാനപ്പം പിശാചിനെ കുറിച്ചൊരു പ്രസംഗം എഴുതി, 3 കാര്യം എഴുതി പിശാചിനെ കുറിച്ച്. 1, പിശാചിന് ഉറക്കമില്ല, നമുക്ക് ഉറക്കമേ ഉള്ളൂ. അല്ലേ? ബൈബിൾ അങ്ങോട്ട് തുറന്നു വെച്ചാൽ ഉടനെ അവരിരുന്നുകൊണ്ട് എന്താ പറയുമെന്നറിയാമോ? ഉപദേശി ഇങ്ങോട്ട് പോരെ, ഉറങ്ങി വീഴുന്നതാ. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങോട്ട് വിളിക്കുകയാണെന്ന്. 2, പിശാചിന് നാണമില്ല കേട്ടോ. പിശാചിന് നമുക്കൊരു സ്വത്രം പറയാൻ നാണക്കേടില്ലയോ? പോ പിശാചേ എന്ന് നമ്മൾ പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പുള്ളിങ്ങ് കണ്ടോ കറക്റ്റ് പിന്നെയും വരും. അപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എഴുതി വെച്ചതാ, ഈ പിശാചിന് നാണമില്ല. 1, ഉറക്കമില്ല. 2, നാണമില്ല. 3, പിശാചിന് വിശ്രമമില്ല. നമുക്കതേ ഉള്ളൂ. അല്ലേ?
അപ്പോൾ ഈ ചോരയും നീരുമുള്ള ഈ 4600 പേരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവർക്കൊരാഗ്രഹം എന്താണെന്നറിയാമോ? ഇപ്പം ഞങ്ങൾക്കൊന്ന് ആരാധിക്കണം കേട്ടോ. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ, ആരാധിക്കാൻ ബലമുള്ളപ്പോൾ, ആരാധിക്കാൻ നിന്റെ നരയാണിക്ക് ബലമുള്ളപ്പോൾ, സ്തോത്രം പറയാൻ നിനക്ക് ശബ്ദമുള്ളപ്പോൾ, നീ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നിന്നെ ആരാധിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ഈ പട്ടണത്തിനകത്ത് ശക്തിയോടും സ്വാതന്ത്ര്യത്തോടും ആരാധിക്കാൻ ദൈവം കൃപ തരുമ്പോൾ നീ ദൈവത്തെ ആരാധിച്ചോണം. സ്തോത്രം. ശബത്ത് ആചരിക്കപ്പെടാതിരുന്ന സ്ഥലത്തുനിന്ന് അന്യദേശത്ത് ചെന്നപ്പോൾ ഇവർക്ക് ആരാധിക്കാൻ കൊതിയ. ഈ യാക്കോബക്കാരെ ശ്രദ്ധിക്കണം. അവര് ഈ ഇടദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും. ഇടദിവസങ്ങളിൽ അപ്പോൾ ഈ അമ്മാമ്മയോട് ചോദിക്കണം, അമ്മാമ്മ എവിടെ പോവാ? അമ്മാമ്മ പറയും, ഒരു കടം കുർബാനയുണ്ട്, കടം കുർബാന. ഈ കടം കുർബാന എന്ന് വെച്ചാൽ എന്തുവാണെന്ന് അറിയാമോ? അതിൻ്റെ അർത്ഥം ഞായറാഴ്ച പോകാൻ പറ്റിയില്ല. അയ്യോ, മാർത്തോമാക്കാരുടെ കടം കുർബാന എന്നെ തീർക്കണമെങ്കിൽ ഇനി ഒരായുസ് കൂടെ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലയോ? ആയുസ് പള്ളി കയറിയിട്ടില്ല. പിന്നെ അന്ത്യശ്വാസം വലിക്കുമ്പം കപ്പ്യാരെ പറഞ്ഞു വിടും, അച്ഛനോ പറയണേ ഇച്ചിരി ഒരു വീഞ്ഞ്, അല്ലയോ? ഈ പലപ്പോഴും അങ്ങനെ. ഈയിടെ ഒരു അച്ഛനൊരു പള്ളിയിൽ ചെന്നു. അപ്പം പള്ളി 2 മദ്യപാനികൾ, ഭയങ്കര മദ്യപാനം. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി പറഞ്ഞ, അച്ഛൻ യുവമാരെ 2 ഒന്ന് ശരിയാക്കണം കേട്ടോ. എങ്ങനെങ്കിലും അച്ഛൻ പോകുന്നതിന് മുമ്പ് ഈ 2 പള്ളി കയറ്റണം. അച്ഛൻ ദൃഢപ്രതിജ്ഞ എടുത്തു, ഇവന്മാരെ 2 പള്ളി കയറ്റും. കൂടെ ഇവന്മാരുടെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച 2 പള്ളി വന്നിരിക്കണം കേട്ടോ, ഫ്രണ്ട് ബെഞ്ചിൽ കാണണം, ഇല്ലെങ്കിൽ ഞാൻ കുർബാന നടത്താതെ വീട്ടിൽ വരും എന്ന് പറഞ്ഞു. കുർബാനയും കൊള്ളണം. 2 പേരും കൂടെ ഭീഷണിപ്പെടുത്തി 2 പേരും ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് വന്ന് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുക. ഭക്തിയോടായിരിക്കുന്നേ. കുർബാന സമയത്ത് വന്ന് മുട്ടുകുത്തി. അപ്പോൾ അച്ഛന് 2 പേരും അടുത്തടുത്തായിരിക്കുന്നത്. കുർബാന കൊടുത്ത് ഇങ്ങോട്ട് വരിക. ആദ്യത്തെ ആളിൻ്റെ വായിൽ അപ്പം ഇട്ട് കൊടുത്തു. 2ാമത്തവൻ്റെ വായിൽ അപ്പം ഇട്ട് കൊടുത്ത് അവൻ തിന്നുകൊണ്ടിരുന്ന് നോക്കുമ്പം ആദ്യത്തവൻ എഴുന്നേക്കാൻ തുടങ്ങുന്നു. എഴുന്നേക്കാൻ ഉടനെ 2ാമത്തവൻ പറയാ, എടാ ഇരിക്കടാ, അവിടെ ഒരൈറ്റം കൂടെ വരാനുണ്ടെന്ന് കേട്ടോ. എടാ ഇരിക്കടാ, അവിടെ ഒരൈറ്റം കൂടെ വരാനുണ്ടെന്ന് കേട്ടോ. അവൻ്റെ വ്യത്യാസമേ അവന് മനസ്സിലായില്ല. ഒരൈറ്റം കൂടെ വരാനുണ്ടെന്ന്, ഒരൈറ്റം കൂടെ കേട്ടോ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുബോധത്തോടെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് കൃപ തരുമ്പോൾ, ദൈവ പൈതലേ, നീ കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ അന്യദേശത്ത് ചെന്നു. ശബത്ത് മുടക്കിയവർക്ക് ഇപ്പോൾ ഒരു കൊതി. അവർ പൊട്ടിയ കിന്നരമെടുത്തു, കമ്പിയൊക്കെ മുറുക്കി. അവര് യേശു നല്ലവൻ, അവൻ വല്ലവൻ എന്ന് പാടാൻ തുടങ്ങിയപ്പോൾ അവിടുത്തുകാർ പറഞ്ഞു, ഇതിവിടെ പാടാൻ പറ്റത്തില്ല. ഈ കിന്നരമെടുത്ത് അലരി വൃക്ഷത്തിന്മേൽ തൂക്കി. ഞാൻ ആ ചരിത്രം പറഞ്ഞത് 4 കാര്യം പറയാൻ വേണ്ടിയാണ്. ആരാധനയില്ലാത്ത സ്ഥലം, അഭിഷക്തന്മാരില്ലാത്ത സ്ഥലം, വചനമില്ലാത്ത സ്ഥലം, അധികാരമില്ലാത്ത സ്ഥലം, അവിടെയാണ് മറ്റൊരാൾ സുവിശേഷകനായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയില്ലാത്ത സ്ഥലം, അഭിഷക്തന്മാരില്ലാത്ത സ്ഥലം, പ്രിയപ്പെട്ടവരെ, വചനമില്ലാത്ത സ്ഥലം, അധികാരമില്ലാത്ത സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വിശുദ്ധന്റെ കുഴിയുടെ മുൻപിൽ വന്ന് രാജാവ് വിളിച്ചു പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ,
സുവിശേഷം പ്രസംഗിക്കപ്പെടുകയാണ്. അതാണ് അതിന് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറുവാക്കി ഞാൻ ഇതെടുത്തത്. എന്ത്? ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? സുവിശേഷം മറ്റൊരുത്തനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ ഇവനെ ദൈവം ഉപയോഗിച്ചു. 3 കാരണമുണ്ട് അതിന്. ഒന്നാമത്തെ നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നോക്കിയേ. ദാനിയേൽ 1:8. അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ എവിടെ നിശ്ചയിച്ചു? ഹൃദയത്തിൽ നിശ്ചയിച്ചു. മതി. രാജാവ് കുടിക്കുന്ന പാനീയവും രാജാവ് കഴിക്കുന്ന ഭോജനവും കൊണ്ട് ഞാൻ അശുദ്ധമാകുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ പറയട്ടെ, ദൈവിക പ്രമാണം നെഞ്ചിൽ ഏറ്റുന്നവനെയാണ് സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത്. സ്തോത്രം. ദൈവിക പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? ദൈവിക പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്, മൊബൈലിലുണ്ട്, നെറ്റിലുണ്ട്, ആപ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ ഈ ഷോക്കേസ് ഒക്കെ അലങ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബൈബിള് കൊണ്ടാ. അയ്യോ, വലിയ ബൈബിള്, അതിൻ്റെ ചെറിയ ബൈബിള്, അതിൻ്റെ ചെറിയ ബൈബിള്, കറുത്ത ബൈബിള്, ചുവന്ന ബൈബിള്, പച്ച ബൈബിള്, കൊറിയ നിറക്കിയ ബൈബിള്, മദ്രാസിൽ നിറക്കിയ ബൈബിള്, ലണ്ടനിൽ നിറക്കിയ ബൈബിള്, ഇങ്ങി വന്ന് മാനാത്തുനിന്ന് യോഹന്നാൻ അച്ചായൻ ഇറക്കിയ ബൈബിള് വരെയുണ്ട്, അല്ലേ? പക്ഷേ ബൈബിൾ നമ്മുടെ വീട്ടിലുണ്ട്. ഇനിയും ബൈബിൾ കയ്യിലില്ലെങ്കിൽ മൊബൈലിലെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് രാത്രി കേൾക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, ദൈവിക പ്രമാണം കയ്യിൽ ഉണ്ടോ എന്നുള്ളതല്ല. ദൈവത്തിന്റെ പ്രമാണം ഹൃദയത്തിൽ ഏറ്റുന്നവനെയാണ് ദൈവത്തിന് ഇന്ന് രാത്രി ആവശ്യം. പ്രൈസ് ദി ലോർഡ്. 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് യഹോവയുടെ ന്യായപ്രമാണങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. വ്യത്യാസം ഞാൻ പറയാം. ദാവീദ് ഒരുപാട് പ്രമാണം എഴുതിയ മനുഷ്യനാണ്. ദാവീദ് തന്റെ ജീവിത അനുഭവങ്ങളിൽ കണ്ണു നിറഞ്ഞപ്പോൾ സങ്കീർത്തനം എഴുതിയ മനുഷ്യനാണ്. ദാവീദ് തന്റെ ജീവിതത്തിൽ സന്തോഷം വന്നപ്പോൾ പ്രമാണം എഴുതിയ മനുഷ്യനാണ്. നിന്നാൽ എഴുതും, ഇരുന്നാൽ എഴുതും, കിടന്നാൽ എഴുതും. ഓടിയപ്പോഴും എഴുതിയവനാ കേട്ടോ. മകനായ അബ്ശാലോമിനെ ഭയന്ന് ദാവീദ് കൊട്ടാരം വിട്ട് രാജവസ്ത്രം വിട്ടുകളഞ്ഞ് കിരീടം താഴ്ത്തി വെച്ച് ചെരുപ്പിടാതെ ദാവീദ് ഇറങ്ങി ഓടുമ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. അപ്പൊ ഇരുന്നപ്പോൾ എഴുതി, നടന്നപ്പോൾ എഴുതി, ചിരിച്ചപ്പോൾ എഴുതി, കരഞ്ഞപ്പോൾ എഴുതി, ശത്രു ഓടിച്ചപ്പോൾ ഓടിക്കൊണ്ടും പാടി. നമ്മളായിരുന്നെങ്കിലോ, ശത്രു പുറകിന് വരുന്നെന്ന് കേട്ടാൽ നമ്മൾ ഈ പുസ്തകം കീറിക്കൊണ്ട് ഓടിയെന്നെ, അല്ലേ? അന്നേരം ദാവീദ് പാടിക്കൊണ്ടാ ഓടിയത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രമാത്രം പ്രമാണം ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എഴുതിയ ദാവീദ് ഒരു സന്ധ്യാസമയം അവൻ കണ്ടതായ ഒരു കാഴ്ച അവനെ വ്യഭിചാരം ചെയ്യാനും കൊലപാതകം ചെയ്യാനും പ്രേരിപ്പിച്ചു. ഏത് ദാവീദിനെ? പ്രമാണം എഴുതിയ ദാവീദിനെ.
പ്രമാണം എഴുതിയ ദാവീദ് ഒരു സന്ധ്യാസമയം കണ്ട പ്രിയപ്പെട്ടവർ ഒരു കാഴ്ച, അവനെ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും അവനെ തള്ളിവിട്ടു എന്ന് പറയുമ്പോൾ 2025 ദൈവമക്കൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയാമോ? ദാവീദേ, നീ വീണുപോയതിന്റെ കാരണം പ്രമാണം കയ്യിലേ ഉള്ളൂ, പ്രമാണം ഹൃദയത്തിലില്ല. എഴുതിയ മനുഷ്യൻ. പക്ഷേ വേറൊരാളെ നോക്കിക്കേ, ജോസഫ്. അവൻ എഴുതിയില്ല, ഇരുന്നപ്പോൾ എഴുതിയില്ല, നടന്നപ്പോൾ എഴുതിയില്ല, ഓടിക്കൊണ്ടെഴുതിയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ദൈവവചനം വായിക്കുമ്പോൾ അവൻ ജീവിതത്തിൽ വീണു പോകാൻ അവസരം കിട്ടുമ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തോട് മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. എന്താ കാരണമെന്നറിയാമോ? പ്രമാണം കയ്യിലില്ല, പക്ഷേ ഹൃദയത്തിലുണ്ട്. ദുബൈ ദേവാലയത്തിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി വിനയത്തോട് പറയട്ടെ, ദൈവത്തിന്റെ വചനം കയ്യിലിരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു വിശുദ്ധൻ ആരാന്നറിയാമോ? ഒരു ദൈവ പൈതൽ ആരാന്നറിയാമോ? ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ പ്രമാണം ഹൃദയത്തിലേറ്റി നടക്കുന്ന ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇല്ലേ? ഇന്നത്തെ ഒരു കുഴപ്പം പറയട്ടെ, അരമ്പണങ്ങല്ലേ? മാനുഷിക പ്രമാണം കൊണ്ട് ദൈവിക പ്രമാണത്തെ ചുരുട്ടിക്കൂട്ടി ഒരു കാലഘട്ടത്തിലല്ലേ ക്രൈസ്തവ സഭ ഇന്ന് പോകുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ളവർ ചിന്തിച്ചെടുത്താൽ മതി. അല്ലേ? ഒരു ചർച്ച ഏതെങ്കിലും വിഷയത്തിൽ നടക്കട്ടെ, മിടുക്കന്മാർ പറയുന്നത് ഏത് പ്രമാണമായിരിക്കും? ലോകത്തിൻ്റെ പ്രമാണം. അതാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിലും ക്രൈസ്തവ സഭയ്ക്കും പറ്റുന്ന പരാജയം. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ പ്രമാണം മാനുഷിക പ്രമാണം കൊണ്ട് കയ്യിലൊതുക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ദൈവവചനം കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പ്രമാണത്തെ ദൈവിക പ്രമാണം കൊണ്ട് കീഴ്പ്പെടുത്താൻ വിളിക്കപ്പെട്ടവരുടെ പേരാണ് ദൈവമക്കൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ദൈവിക പ്രമാണത്തെ ലോക പ്രമാണം കൊണ്ട് കീഴ്പ്പെടുത്താനല്ല, ലോകത്തിന്റെ പ്രമാണത്തെ ഈ പ്രമാണം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നവരുടെ പേരാണ് ദൈവത്തിന്റെ മക്കൾ. ദാനിയേൽ അതാ പറഞ്ഞത്, ഞാൻ ഈ പ്രമാണം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനത്തോട് നമുക്ക് എന്താ താല്പര്യം? അത് ഈ മന്നയോടുള്ള ബന്ധത്തിൽ ചേർത്ത് ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ആദ്യം മന്ന ഒഴിച്ചു കൊടുത്തപ്പോൾ തേൻ കൂട്ടിയ ദോശ പോലായിരുന്നു. രണ്ടാമത് കൊടുത്തപ്പോഴോ എണ്ണ ഊശിയത്, ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞു. മൂന്നാമത് കൊടുത്തപ്പം സാരമില്ലാത്ത, വിലയില്ലാത്ത മന്ന. ഇന്നും സുവിശേഷയോഗത്തിന് നാട്ടിലൊക്കെ ട്രിപ്പർ ലോറിയെ കൊണ്ട് മെറ്റിൽ കുത്തുന്ന പോലെ കുത്തണം. ആരെയാണെന്നറിയാവോ? ആളിനെ. നോട്ടീസിൻ്റെ അടിയിൽ എഴുതണം, വാഹന സൗകര്യം ഉണ്ടായിരിക്കും, 6 മണിയാകുമ്പോൾ ട്രിപ്പർ ലോറി ഇന്ന മുക്കിന് വരും, എല്ലാവരും അതിനകത്ത് കയറണം. ഇത് കൊണ്ടുവന്ന് പള്ളിയുടെ മതിൽ ഒറ്റ കുത്ത കേട്ടോ, എന്നാൽ പോലും ലോറി നിറയത്തില്ല. സ്തോത്രം. പണ്ട് ഒറ്റ നോട്ടീസിന് വാഹന സൗകര്യം ഉണ്ടെന്ന് എഴുതത്തില്ല. എഴുതുവോ? ഇല്ല. അപ്പച്ചന്മാര് 6 മണിക്ക് മുമ്പേ പള്ളിയുടെ ഗ്രൗണ്ടിൽ ചെല്ലും. കാരണം എന്താണ് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രമാണം തേൻകൂട്ടി ഭക്ഷിച്ച മധുരം പോയി, എണ്ണ ചേർത്ത് ഭക്ഷിച്ച മധുരം പോയി. ഇപ്പോൾ നമുക്കിതിനോട് വലിയ ഭക്തിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രമാണം നെഞ്ചിലേറ്റുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. 2, അത്
കുറച്ചുകൂടെ സമയമെടുക്കും വിശദീകരിക്കാൻ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം മുറുക്കി ഒന്ന് വായിച്ചേ. ദാനിയേൽ 6:10. ആ, അവൻ വീട്ടിൽ ചെന്നു. അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ. യെരൂശലേമിന് നേരെ തുറന്നു. ആ, മതി മതി മതി, സമയത്തിന് പരിമിതി കൊണ്ടാ. നിങ്ങൾ പിന്നീട് മൊത്തം വായിക്കണം. വീട്ടിൽ പോയി ആദ്യത്തെ വാക്കൊന്നുകൂടെ വായിച്ചേര്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. മതി. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. യെരൂശലേമിന്റെ നേരെ ദാനിയേൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ സുവിശേഷത്തിന്റെ വക്താവായി മാറുന്നതിന്റെ കാരണം അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അല്ല, നിൽക്കട്ടെ. എന്താ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? എല്ലാ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. പിന്നെ ഞാൻ 100 കണക്കിന് സ്ഥലത്ത് ചോദിച്ചു. 1%, 1-2 സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ ഉത്തരം. ഇനി ഇത്രയും ചോദിച്ചാലും നിങ്ങളും അതേ പറയത്തുള്ളൂ. ഞാൻ പറയട്ടെ, സുലട്ടോ? ഓക്കെ. വീട്ടിൽ പ്രാർത്ഥിച്ചു. വലിയ ആശയം ഒന്നില്ലേലും വലിയ അർത്ഥം ഉണ്ടായിരുന്നു. രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മുട്ടിടിച്ചു, മുട്ടുകുത്തി, കിളിവാതിൽ തുറന്നു, സ്തോത്രം പറഞ്ഞു, 3 വട്ടം പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. എല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങൾ പറയേണ്ടത് പറഞ്ഞില്ല. എന്താ അവിടെ എഴുതിയേക്കുന്നത്? സംശയം ഒന്നുകൂടെ വായിക്കാം. ആദ്യത്തെ വാക്ക്, ഒറ്റ വാക്ക്. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന്. മതി. ദൈവത്തിന്റെ മക്കളെ, ആരിലൂടാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, 1 പ്രമാണം നെഞ്ചിലേറ്റവൻ, 2 വീട്ടിൽ പ്രാർത്ഥനാപീഠം ഉള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്തൊരു ശാന്തത. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരു പുൽപ്പയുണ്ടോ? ഒരു ഷീറ്റുണ്ടോ? വേണ്ട. ഒരിടമുണ്ടോ? മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്തൊരു യാക്കോബക്കാരുടെ കൺവെൻഷന് പോയി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഈറ്റിങ്ങിന് ഒരു വീട്ടിൽ പോയി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ആൻറ്റി, PWDയിൽ നല്ല പോസ്റ്റിലിരിക്കുന്ന ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, ബ്രദർ, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരുടെ വീട്ടിനകത്ത് തന്നെ. ഞാൻ അങ്ങോട്ട് ചെന്ന് പുള്ളിക്കാരൻ്റെ കൂടെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു ത്രോണോസ് പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. യേശുവുണ്ട്, മറിയുണ്ട്, ദൂതന്മാരുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്, കഴുതയുണ്ട്, എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആട്ടെ, എന്തോ ആട്ടെ, എല്ലാം ഉണ്ട്. ജോസഫുണ്ട്, മറിയുണ്ട്, ദൂതനുണ്ട്, യേശുവുണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റി പറയുക, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പൊന്നെ, ഇത്രയും കാര്യം ഒരു യാക്കോബക്കാരൻ്റെ വീട്ടിൽ ഒരു മാർത്തോമക്കാരനെ ഉപദേശിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് കാണിച്ചിട്ട് പറയുക, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ, ബ്രദറെ, ദാണ്ട് ഇവിടെ അതിനൊരു സ്ഥലമുണ്ട്, എന്നെ ചൂണ്ടിക്കൊടുക്കാനൊരു സ്ഥലമുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രേഖ എഴുതി എന്ന് കേൾക്കുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് എവിടെയാ പ്രിയപ്പെട്ടവരെ? ദാനിയേൽ അവന്റെ വീട്ടിൽ ചെന്ന് മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി എന്താ കാരണം എന്ന് ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം
17-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ മതി 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 മതി. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്തോത്രം ചെയ്യേണ്ടവർക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ പറയും, പ്രാർത്ഥിക്കുന്നവന് സ്വർഗം കണ്ണെത്തുന്ന ദൂരത്തിലാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് സ്വർഗം കണ്ണെത്തുന്ന ദൂരത്തില എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ വീടും എൻ്റെ അപ്പനും തമ്മിലുള്ള അകലം ഒരു കണ്ണെത്തുന്ന ദൂരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, അങ്ങനാണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എൻ്റെ കണ്ണിൻ്റെ ദൂരത്തിലാണെങ്കിൽ, അടുത്തത് ശ്രദ്ധിച്ചോണം, 3 കാര്യം. 1, കൺമുമ്പിലുള്ള എൻ്റെ ദൈവത്തെ എൻ്റെ വീട്ടിൽ എനിക്ക് പിടിച്ചു നിർത്താം. ദൈവത്തെ പിടിച്ചു നിർത്താമെന്നു. അയ്യോ, ഇപ്പൊ നിങ്ങൾ ഈ ഉപദേശം എവിടെ നിന്ന് വിളിച്ചോണ്ട് വന്ന? സർവശക്തനായ ദൈവത്തെ പിടിച്ചു നിർത്താം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയി കഴിയുമ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18:27 ഒന്ന് വായിക്കേ. പുറത്തല്ല, വീട്ടിലാണ്. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. എവിടാ? വീട്ടിലിരുന്നു കൊണ്ട്. അബ്രഹാം വീട്ടിലിരുന്നു കൊണ്ട് പറയുന്നു, ദൈവത്തെ പിടിച്ചു നിർത്തി. ഉൽപ്പത്തി 18:27. പൊടിയും വെണ്ണീറുമായ ഞാൻ എൻ്റെ കർത്താവിനോട്. കേട്ടോ? അപ്പം ദൈവത്തെ പിടിച്ചു നിർത്തുന്നത് പള്ളിക്കകത്തല്ല. എവിടാ? നിന്റെ വീട്ടിൽ ദൈവത്തെ പിടിച്ചു നിർത്താം. അങ്ങനെ സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം നോക്കിക്കോ. ദൈവത്തെ പിടിച്ചു നിർത്താനൊക്കുമോ? പുറപ്പാട് പുസ്തകം 32:10. അവിടെ ദൈവത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ബിനോയ് അച്ഛനോട് ഞാൻ പറയുക, എന്നെ വിട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അച്ഛൻ എന്നെ പിടിച്ചു നിർത്തിയേക്കുന്നല്ലേ. ഇവിടെ പുറപ്പാട് പുസ്തകം 32:10 മോശയോട് ദൈവം പറയുന്നു, മോശേ എന്നെ വിട്, ഞാൻ പോകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ പിടിച്ചു നിർത്താൻ കഴിയും. ഒരു ഉദാഹരണം കൂടെ തരാം. ഇനി സംശയം ഒട്ടും വേണ്ട. ഉൽപ്പത്തി പുസ്തകം 32 വായിക്കേണ്ട. 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി 32:26 യാക്കോബ്, പ്രാർത്ഥിക്കുന്ന യാക്കോബ് ദൈവത്തെ പിടിച്ചു നിർത്തി. എന്നെ വിടുക, ഉശ്വസിക്കുന്നു. മതി ബ്രദർ, മതി. പ്രൈസ് ദി ലോർഡ്. എന്നെ വിട്. കേട്ടോ? എന്നെ. അങ്ങനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നീ വീട്ടിൽ മുട്ടുമടക്കിയാൽ
നിന്റെ വീട്ടിലെ പ്രശ്നം പരിഹരിച്ചിട്ട് നീ കർത്താവിനെ വിടാവൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞിന്റെ വിഷയം പരിഹരിച്ചിട്ട് നീ കർത്താവിനെ വിടാവൂ. ഇനി രണ്ടാമത്തെ ചിന്ത പറയാം. വീട്ടിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവത്തെ നമ്മുടെ വീട്ടിനകത്ത് പിടിച്ചു നിർത്താം. 2, വീട്ടിനകത്ത് നമ്മുടെ കർത്താവെങ്കിൽ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാം, അല്ലേ? ആണോ? അയ്യോ, തലയൊക്കെ നനക്കുന്നേ, ശരിയല്ലേ? അതിന് വലിയ ഒഫീഷ്യൽ വാക്കൊന്നും വേണ്ട. രാവിലെ സ്കൂളിൽ വിശന്ന് പോകുന്ന പെൺകുട്ടി വൈകിട്ട് വിശന്ന് കയറി വരുക വീട്ടിലോട്ട്. കയറി വിശന്ന് ഇങ്ങോട്ട് ചാടി കയറി വരുമ്പോൾ അമ്മ ഇവിടെ നിൽക്കുക. മോള് വന്നിട്ട് പറയുക, അമ്മ ഇച്ചിരി അന്നം തരണേ. അങ്ങനെ പറയുമോ? അമ്മ ഇച്ചിരി അന്നം തരണേന്ന് പറഞ്ഞാൽ അന്നമ്മ അന്നേരം BP കൂടി താഴെ വീഴും, അല്ലേ? പിന്നെ കൊച്ചെന്തുവാ പറയുന്നേ? എനിക്ക് വിശക്കുന്നു, എൻ്റെ വിശപ്പിന് എന്തെങ്കിലുമൊക്കെ തന്നാട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ആശയം ഞാൻ പറയുന്നു. ഭവനത്തിനകത്തിരുന്ന് ദൈവത്തിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ആരും കേൾക്കാതെ നിന്റെ എല്ലാ കാര്യവും തമ്പുരാനോട് പറയാം, അല്ലേ? 3, ദൈവത്തെ കൊണ്ട് തിരുത്തിക്കാം. ഓ ഗ്ലോറി! ദൈവത്തെ തിരുത്തിക്കാം. അപ്പൊ ഞങ്ങൾ വിചാരിക്കും ദൈവത്തെ തിരുത്തിക്കാൻ ഒക്കും. അബ്രഹാം ദൈവത്തെ തിരുത്തിച്ചു. ഉൽപ്പത്തി 18 50 പേരെ തുടങ്ങിയത്, 50 പേരെ. പിന്നെ 45 വന്നു, 40 വന്നു, പിന്നെ എത്ര വന്നു? അല്ലേ? ശരിയല്ലേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തി അറിയണമെങ്കിൽ എവിടെ പ്രാർത്ഥിക്കണം? വീട്ടിൽ പ്രാർത്ഥിക്കണം. ഇനിയും വീട്ടിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, എവിടെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1-ഉം 2-ഉം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1-ഉം 2-ഉം വാക്യം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ആരാണ് കൊർന്നല്യോസ്? പുറം ജാതിക്കാരനായ കൊർന്നല്യോസ്. അവനെ കുറിച്ച്, പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിനെ കുറിച്ച് 3 കാര്യം പറഞ്ഞു. അവൻ ഭക്തൻ, ദൈവഭയമുള്ളവൻ, ധർമ്മം കൊടുക്കുന്നവൻ. കേട്ടോ? പ്രാർത്ഥിക്കുന്നവൻ ആരായിരിക്കണം? നിങ്ങൾ പറ. കേട്ടില്ല? ഭക്തനായിരിക്കണം. ഓ കേട്ടോ, ഞാൻ പറയും നമ്മൾ ഭക്തരാന്ന് 3 പേര് പറയണം. 3 പേര്. 1 ദൈവം പറയണം, 2 പിശാച് പറയണം, 3 മനുഷ്യൻ പറയണം. സ്തോത്രം. കേട്ടോ? ആര് പറയണം? ഇയ്യോബിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ ദൈവം പറഞ്ഞു, സാത്താൻ പറഞ്ഞു, ഭാര്യയും പറഞ്ഞു. ദൈവം പറഞ്ഞു ഇവൻ എൻ്റെ ഭക്തനായിരിക്കുന്നു. പിശാച് പറഞ്ഞു ഇവൻ ഭക്തനായിരിക്കുന്നത് ചുമ്മാതല്ല. കേട്ടോ? അപ്പൊ ആര് പറഞ്ഞു? സാത്തും പറഞ്ഞു. പിന്നെ ഭാര്യ പറഞ്ഞു, എടാ പൊട്ടാ, ഭക്തി കളഞ്ഞിട്ട് പോയി മരിക്കടാ. അങ്ങനല്ലേ പറഞ്ഞേ? യെസ്. അപ്പൊ ഞാൻ പറയും നമ്മൾ ഭക്തരാണെന്ന് 3 പേര് പറയണം. ഇനിയും ചോദ്യം, ആര് പറയും? ഒരാളെങ്കിലും പറയുവോ? വിട്ടുകാടാ. യെസ്. അപ്പോൾ പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസ് ഭക്തനാണ്. 2 ദൈവഭയം. സ്തോത്രം. അതുണ്ടായിരുന്നെങ്കിൽ ഒരു വള്ളിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം, അല്ലേ? അതും കള. പിന്നെ 3-മത്തേതോ? സ്തോത്രം.
വരുന്നില്ല, സ്വോത്രം വരുന്നില്ല. ആമേൻ. അല്ലേ? നമ്മൾ ഈ പൂച്ചയുടെ കൂട്ടാ നമ്മൾ ഇങ്ങാവോ ഇങ്ങാവോ ഇങ്ങാവോ, ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല മലയാളിയുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയും അങ്ങാവോ 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 എന്ന് കണ്ടിട്ടില്ല. അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് പോകട്ടെ എന്ന് കണ്ടിട്ടില്ല. ഇതിനെ കൊണ്ട് അമേരിക്ക പ്രസിഡന്റിന്റെ കൊട്ടാരത്തെ വിട്ടാലും മലയാളിയുടെ പൂച്ച കരയും ഇങ്ങാവോ ഇങ്ങാവോ ഇങ്ങാവോ. അല്ലേ? പ്രാർത്ഥിക്കുന്ന നമ്മൾ വല്ലപ്പോഴുമൊക്കെ അങ്ങാവോന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇതിങ്ങനെ കരഞ്ഞവനാണ് ആര്? കൊർന്നല്യോസ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവന് 3 സ്വഭാവം: 1 ഭക്തൻ, 2 ഭയമുള്ളവൻ, 3 ധർമ്മം കൊടുക്കുന്നവൻ. സ്തോത്രം. എന്നിട്ടാണ് എന്തോ പറഞ്ഞത്? എപ്പോഴും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? വായിക്ക് 5-ാമത്തെ വാക്യം. അപ്പോസ്തലൻ പറഞ്ഞു 10:5. ഇപ്പോൾ ശ്രദ്ധിക്കണം, യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അടുത്തത്, അവന്റെ വീട് കടൽപ്പുറത്താകുന്നു. അവനോട് ശ്രദ്ധിക്കണം. എന്താ അതിന്റെ അർത്ഥം? കൊർന്നല്യോസിനോട് പറഞ്ഞേക്കുന്നത്, കൊർന്നല്യോസെ ഭക്തി, ധർമ്മം, പ്രാർത്ഥന, ഭയം എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ നീ പ്രമാണം, ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്നവരെ എവിടെ കിട്ടും എന്ന് കൊർന്നല്യോസിന് അറിയത്തില്ല. കാരണം പറയാം, കൊർന്നല്യോസ് പുറം ജാതിക്കാരനാണ്. അതുകൊണ്ട് ഉപദേശമാരെ, അച്ഛന്മാരെ എവിടെ കിട്ടുമെന്ന് പുള്ളിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ 5-ാമത്തെ വാക്യം കേട്ടോ. കൊമ്പാടിലൊക്കെ പഠിപ്പിച്ച വിനയോച്ചോണ്ടിരിപ്പുണ്ട്. ഞാൻ ആ വാക്യം എനിക്ക് തോന്നുന്നു തിരിച്ചും മറിച്ചും എങ്ങനെ ഇട്ട് പഠിച്ചാലും ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ വിശ്വാസം തെറ്റാണ്. അച്ഛൻ രഹസ്യമായിട്ട് പിന്നെ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയട്ടെ അതിൻ്റെ അർത്ഥം. കൊർന്നല്യോസിനോട് പറഞ്ഞതിൻ്റെ അർത്ഥം, കൊർന്നല്യോസേ, ഒരു ഉപദേശി ഇപ്പം വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നിട്ടുണ്ട്, ശീമോൻ ഉപദേശി. അവൻ തോൽക്കൊല്ല ശീമോൻ അച്ചായന്റെ വീട്ടിൽ താമസിക്കുന്നു. അവന്റെ വീട് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി, അവന്റെ വീട് കടപ്പുറത്താ. നല്ല GPS കൊടുക്കുക. ആർക്ക്? കൊർന്നല്യോസിന്. ശരിയല്ലേ അച്ഛാ? ആ വാക്യത്തിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വായിച്ചു നോക്കിയോ. ഞാൻ പറഞ്ഞത് ആ വാക്യത്തിന്റെ അർത്ഥം, വിസിറ്റ് വിസയിൽ ശീമോൻ ഉപദേശി ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ തോൽക്കൊല്ല ശീമോൻ അച്ചാന്റെ വീട്ടിൽ താമസിക്കുന്നു. അവനെ കണ്ടുപിടിക്കാൻ എളുപ്പവഴി അവന്റെ വീട് കടപ്പുറത്ത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ദൂത് പറയാൻ പോവുക. പ്രാർത്ഥിക്കുന്നവന് വഴി പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ഇന്ന് രാത്രി നീ വേദനിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലിനോട് പോകാനുള്ള വഴി പറയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ അനുഭവം അതല്ലേ? വഴിമുട്ടിയുന്ന സന്ദർഭങ്ങളിൽ, ജോലി പോയുന്ന സന്ദർഭങ്ങളിൽ, വിസയുടെ പ്രശ്നത്തിൽ ഭാരപ്പെട്ടപ്പോൾ ദൈവമൈതലേ, നിനക്ക് വേണ്ടി വഴി പറഞ്ഞു തന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം പറ. എന്റെ ഒരു അനുഭവം പറയാം. പള്ളിക്കൽ ചലിപ്പിച്ച സംഭവമാണ്. ഒരുപക്ഷെ ലൈവിൽ അതിൽ ഉൾപ്പെട്ട ആൾ കേൾക്കുന്നുണ്ടായിരിക്കും. എൻ്റെ വീട്ടിലൊരു സുവിശേഷനുമാണ് താമസിക്കുക. ഞാൻ 14 വർഷം വാടക വീട്ടിൽ താമസിച്ചാണ്. അതിൽ 11 വർഷവും താമസിച്ചത് തിരുവല്ല മാർത്തോമാ കോളേജിന് മുമ്പിൽ മധുരങ്കിലെ വീട്ടിലാണ്. ചാനൂരിപ്പുണ്ട് അവിടുത്തെ കസിൻ. അതുകൊണ്ട് ഞാൻ സ്വന്തമായി വീട് വെച്ചപ്പോൾ എനിക്ക് ഒരു മുറിയുണ്ട്. അത് എൻ്റെ പള്ളിയിൽ അച്ഛന്മാരോ ഉപദേശിമാരോ ഗസ്റ്റ് വന്നാൽ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അല്ലാതെ ഉപദേശിമാർ വന്നാലും ഒക്കെ വന്ന് താമസിക്കും. 14 ദിവസം ഒരു സുവിശേഷൻ വന്ന് എൻ്റെ കൂടെ താമസിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വിദേശത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. ഞാൻ എൻ്റെ വാഹനത്തിൽ അദ്ദേഹത്തെ കയറ്റി
തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് കായംകുളത്ത് നിന്ന് പോകുക. രാവിലെ 5:45 മസ്കറ്റ് ഫ്ലൈറ്റിൽ അദ്ദേഹം പോകണം, മസ്കറ്റിലേക്ക് പോകണം. വീട്ടിൽ നിന്ന് 11 മണിയായപ്പോൾ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിറങ്ങി. കായംകുളം നാഷണൽ ഹൈവേ കയറി. എന്നിട്ട് കായംകുളത്ത് നിന്ന് കൊല്ലം വഴി തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലം എത്തിയില്ല. അതിനു മുമ്പ് എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയാൻ തുടങ്ങി. ഞാൻ ആക്സിലേറ്റർ മാറ്റി മാറ്റി ഇടുന്നു, ആഞ്ഞാഞ്ഞ് ചവിട്ടുന്നു, ഗിയർ മാറ്റി മാറ്റി ഇടുന്നു. വണ്ടി സ്ലോ ആകുകയാണ്. ഞാൻ ഈ ദേവദാസനോട് പറഞ്ഞു, പ്രാർത്ഥിക്ക്, വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞങ്ങൾ കൈയോട് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ മുൻപോട്ട് പോയി. 1/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ തന്നെ താമസിച്ചു. വണ്ടി അവിടെ ഇട്ട് കാര്യങ്ങളൊക്കെ നോക്കി, വെള്ളമൊക്കെ ഉണ്ടോ റെഡി എല്ലാം നോക്കി, ഒരു കുഴപ്പമില്ല. പക്ഷെ വണ്ടി സ്പീഡാകുന്നില്ല. പിന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ പോവുകയാണ്. കരുനാഗപ്പള്ളി കന്നേറ്റി പാലം കഴിഞ്ഞ്, കൊല്ലകക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, കന്നേറ്റി പാലം കഴിഞ്ഞ് കൊല്ലകപ്പള്ളി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ വന്നപ്പോൾ എൻ്റെ വണ്ടി വീണ്ടും സ്ലോ ആയി. ഞാൻ എൻ്റെ വാഹനം പമ്പിലേക്ക് ഒതുക്കി. എന്നിട്ട് എൻ്റെ വേറൊരു സ്നേഹിതനെ ഫോൺ ചെയ്ത് ഞാൻ ഈ സംഭവം പറഞ്ഞു. എത്രയും പെട്ടെന്നൊരു വണ്ടിയുമായിട്ട് വരണം, എയർപോർട്ടിൽ പോകേണ്ട ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഒരു കാറും എടുത്തുകൊണ്ട് വന്നു. എൻ്റെ വണ്ടിയിൽ നിന്ന് പെട്ടിയും അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനവും എടുത്ത് ആ കാറിൽ വെച്ചു. എന്നിട്ട് ഞാൻ ഈ ദേവദാസനോട് പറഞ്ഞു, പോയിക്കോ, ഇദ്ദേഹം നിങ്ങളെ കൊണ്ടുവിടും, ഞാൻ രാവിലെ വണ്ടി ശരിയാക്കി പോയിക്കോളാം എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് പറഞ്ഞു, വണ്ടിയിൽ നിന്ന് എല്ലാ സാധനവും എടുത്തോ എന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹം തപ്പിയിട്ട് എന്നോട് പറഞ്ഞു, വിസയും ടിക്കറ്റും ഇരിക്കുന്ന ബാഗ് കാണുന്നില്ലെന്ന് പറഞ്ഞു. വിസയും ടിക്കറ്റും ഇരിക്കുന്ന ബാഗ് വണ്ടിയിലില്ല. ഞങ്ങളവിടെ വണ്ടി മൊത്തം തപ്പി വണ്ടിക്കകത്തില്ല. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. ഞങ്ങൾ ആ മുറിക്ക് പറയുന്ന ഉപദേശിമാരുടെ മുറി, നമ്മൾ ഉപദേശിമാരുടെ മുറിയിൽ നോക്കി. അപ്പോൾ എൻ്റെ ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, കട്ടിലൊരു ബാഗ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കട്ടിലൊരു ബാഗ് ഇരിപ്പുണ്ട്. കാറ് തിരിച്ച് വീണ്ടും കായംകുളത്ത് കറ്റാനത്ത് വന്ന് അതെടുത്ത് പിന്നെ അടൂർ കൊട്ടാരക്കര വഴി എയർപോർട്ടിൽ ചെന്നപ്പോൾ ഫ്ലൈറ്റ് പോകാൻ 40 മിനിറ്റ്. ഈ സംഭവം അവരോട് പറഞ്ഞപ്പോൾ അവർ ഇദ്ദേഹത്തെ കയറ്റിവിട്ടു. എനിക്ക് ഇന്നും അറിയാത്തൊരു സംഭവം ഞാൻ പറയാം. ഇദ്ദേഹം എൻ്റെ വണ്ടിയിൽ നിന്ന് ആ കാറിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി 150 മൈൽ സ്പീഡിൽ ഓടാൻ തുടങ്ങി. വണ്ടി തടഞ്ഞിടുക ഞങ്ങളുടെ പള്ളിക്ക് ചലിപ്പിച്ച സംഭവമായത്. പ്രിയപ്പെട്ടവരെ, കാരണം ഈ വണ്ടി ഓടി അവിടെ ചെന്നാൽ ഈ ദൈവദാസൻ ആ ഫ്ലൈറ്റിൽ പോകത്തില്ല. കാരണം വിസയും ടിക്കറ്റും വീട്ടിലിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ഇങ്ങനെ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആ ചങ്കുപൊട്ടി യേശുവിനെ പ്രസംഗിക്കുന്നത്. ദാനിയേലേ, രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ കൂട്ടത്തിലും കൂട്ടായ്മയിലും ഒന്നും പോയില്ല. വീട്ടിൽ പോയി മുട്ടുമടക്കി. കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഒരു യാഗപീഠം ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ഒരു യാഗപീഠം ഉണ്ടാകണം. ഇന്ന് നാട്ടിൽ വികാരിയച്ചന്മാർ സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവം എന്നറിയാവും. ഏരിയ പ്രയർ വെക്കാൻ വീടില്ല. ഇപ്പം ഏരിയ പ്രയർ ലേലം വിളിച്ചാണ് കൊടുക്കുന്നത്. ആർക്കും വേണ്ട. പിന്നെ ചിലർ പറയാം, അച്ഛാ പാരിഷ് കോളേജ് വെച്ചേര്, എൻ്റെ വക പപ്സും ചായ അവിടെ വരും 3 മണിക്ക്. എൻ്റെ വക പപ്സും ചായ ഹോളി വരും അച്ഛാ. പ്രാർത്ഥന വായിക്കും. ഇന്നത്തെ 1-ാം ഭാഗം 3 മണിക്ക് പാരിഷ് കോളേജ് വെച്ച് സ്പോൺസർഡ് ബൈ ഡാഷ് ഡാഷ് ഡാഷ്, പപ്സും ചായ അവിടെ വരും. അത്രേ ഉള്ളൂ. സത്യമായി പറഞ്ഞേ, സത്യമായി പ്രൈസ് ദി ലോർഡ്. കേട്ടോ? കാരണം നമ്മുടെ ഭവനങ്ങൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കൊട്ടി അടയ്ക്കപ്പെടുകയാണ്. സ്തോത്രം. 1 പ്രമാണം ഹൃദയത്തിൽ, 2 പ്രാർത്ഥന വീട്ടിൽ. മനസ്സിലായോ? പ്രമാണം ഹൃദയത്തിൽ, പ്രാർത്ഥന വീട്ടിൽ. 3 ആരിലൂടാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്? വാക്യം വായിക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ദാനിയേലിനെ എടുത്ത് സിംഹക്കുഴിയിലിട്ടു. സിംഹം ദാനിയേലിനെ അങ്ങോട്ട് വീണപ്പോൾ വലിയ സന്തോഷമായി കാണും സിംഹത്തിന്. കാരണം തക്ക ഒരു ഭക്ഷണം
കിട്ടിയതാണ്. പിന്നെ ഈ മൃഗത്തിന് ഒരു ഗുണമുണ്ട് കേട്ടോ. ഒരു ഗുണം മനുഷ്യർക്കില്ലാത്ത ഒരു ഗുണം മൃഗത്തിനുണ്ട്. എന്താണെന്നറിയാവോ? എന്ത് വലിയ ഭക്ഷണം കൊടുത്താലും, മട്ടൻ ബിരിയാണി കൊടുത്താലും മൃഗം മണപ്പിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. എല്ലാ മൃഗവും ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്യും? മണപ്പിക്കും. നമ്മൾ ടേസ്റ്റ് വ്യത്യാസം വന്നാലേ മണപ്പിക്കത്തുള്ളൂ. ആരാ? മനുഷ്യൻ. വെട്ടി അങ്ങ് വിഴുകും, തൊണ്ടയ്ക്ക് എന്തോ ഒരു കുഴപ്പം, അപ്പോഴാ അച്ഛൻ അല്ലേ. പക്ഷെ ഇതാ മൃഗവും മനുഷ്യൻ നമ്മൾ വ്യത്യാസം. മട്ടൻ ബിരിയാണി വെട്ടി വെച്ച് കൊടുത്താലും സിംഹം. അപ്പൊ ഈ ദാനിയേലിനെ കിട്ടിയപ്പം സിംഹത്തിൽ തന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. സിംഹം മണപ്പിച്ചു. മണപ്പിച്ചപ്പോൾ മണം കിട്ടി, സ്മെല്ല് കിട്ടി. എന്താണെന്നറിയാമോ? പാൽക്കായത്തിന്റെയും പരിപ്പിന്റെയും മണം അടിച്ചേ. എന്തിന്റെ മണമാ? പാൽക്കായവും പരിപ്പും. പൊന്നച്ച യോഗം കഴിക്കുമ്പോൾ ആ വാക്യം ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞ ആരും വരല്ലേ. ഞാൻ വാക്യം പറയാം. 1:18. രാജാവേ, നിന്റെ രാജഭക്ഷണം ഒന്നും എനിക്ക് ശാഖപദാർത്ഥം തന്നേര്. ആ ശാഖപദാർത്ഥത്തിന് 2 ഐറ്റമാണ് ഞാൻ പറഞ്ഞേ, പാൽക്കായവും പരിപ്പും കേട്ടോ. ഇനി കൊണ്ട് ചിന്തിച്ചേ, അന്ന് ഈ പാൽക്കായവും പരിപ്പും ഈ അച്ചായൻ അടിച്ചത് കൊണ്ടാ ഇന്ന് അച്ചായനെ സിംഹം അടിക്കാതിരുന്നത്. പിടികിട്ടിയോ? ദൂത് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അന്ന് ഇത് ദാനിയേൽ അച്ചായൻ കഴിച്ചുകൊണ്ട് ഇന്ന് ദാനിയേലിനെ സിംഹം കഴിച്ചില്ല. അങ്ങനെയാണ് 3-ാമത്തെ സന്ദേശം പറയാം. പ്രൈസ് ദി ലോർഡ്. സമർപ്പണം ആഴത്തിൽ. സമർപ്പണം ആഴത്തിൽ, പ്രമാണം ഹൃദയത്തിൽ, പ്രാർത്ഥന വീട്ടിൽ, സമർപ്പണം ആഴത്തിൽ. അവരിലൂടാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അല്ലേ? ആഴമായ ഒരു സമർപ്പണം, ആഴമായ ഒരു തിരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ മേൽ ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഇടവകങ്ങൾ അജിയൊക്കെ എൻ്റെ അയൽവാസികളാണ്, സ്നേഹിതരാണ്. ഞങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ താമസിച്ച വീടിൻ്റെ ബന്ധുകുടിയിരിപ്പുണ്ട്. ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പഠനം കഴിഞ്ഞ് മാതാ അമൃതാനന്ദമയുടെ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അന്ന് അവർക്കേ ഉള്ളൂ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ. ആ കാലഘട്ടത്തിൽ പഠനം കഴിഞ്ഞ് വിദേശത്തന്നെ ജോലി കഴിക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ മാതാപിതാക്കൾ എന്നെ ആ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. ഞാൻ ആ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്കൊരു വിളി തമ്പുരാൻ എനിക്ക് തന്നു. ഞാനൊരു യോഗത്തിൽ സംബന്ധിക്കുകയാണ്. സി വി മാത്യു അച്ഛൻ്റെ പ്രസംഗമാണ് എന്നെ സുവിശേഷകനാക്കിയത്. അച്ഛൻ പ്രസംഗിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ചനിയായിരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. അച്ഛൻ്റെ ആവർത്തിച്ചുള്ള പ്രസംഗം. അദ്ദേഹം ഇവാഞ്ചലിക്കൽ സഭയിലെ അച്ഛനാണ്. ഇന്ന് അദ്ദേഹം സി വി മാത്യു ബിഷപ്പാണ്. അച്ഛൻ്റെ പ്രസംഗമാണ് എന്നെ സ്വാധീനിച്ചത്. അച്ഛൻ എനിക്ക് തോന്നുന്നു ഗുരുകുലം മദ്രാസിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാക്കിൻ്റെ മുമ്പിൽ ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണം. ഞാൻ എഴുന്നേറ്റ് സമർപ്പിച്ചു. എൻ്റെ അപ്പനോട് ഞാൻ വന്ന് പറഞ്ഞു, ഞാനൊരു ഉപദേശിയായിട്ട് പോവാ. അന്ന് എനിക്ക് 19 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, നടക്കത്തില്ല, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കണം, വിദേശപ്പണിയൊന്നും ഇവിടെ നടക്കത്തില്ല. അന്ന് എൻ്റെ പിതാവ് മദ്യപിക്കുന്ന ആളാണ്, ഇന്ന് മദ്യപിക്കത്തില്ല. മദ്യപിച്ച് വന്നിട്ട് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കാനൊക്കത്തില്ല, എന്നെ അനുസരിക്കാത്തവൻ എൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കത്തില്ല. ഞാൻ അന്ന് എൻ്റെ വീട് വിട്ടു. 95 ഞാൻ തിരുവല്ലയിലേക്ക് പോയി.
ഞാൻ മഞ്ഞാടിയിലാണ് ആദ്യം താമസിച്ച്, ആമല്ലൂർ നെല്ലുമുട്ടിലെ വീട്ടിൽ. അന്ന് ആമല്ലൂപ്പള്ളി കോയലുണ്ടായിരുന്ന തങ്കച്ചാൻ്റെ മോനോട് ഇരിപ്പുണ്ട്. ഇതൊക്കെ ജീവനുള്ള സാക്ഷികളാണ് ഇവരൊക്കെ. ഞാൻ അവിടുത്തെ ഒരു അമ്മച്ചിയുടെ കൂടെ താമസിച്ച ഒരു അമ്മച്ചിയുടെ കൂടെ നെല്ലുമുട്ടിൽ ഒരു ഇരുമ്പ് കട്ടിൽ വാങ്ങി. ഞാൻ ഇന്നും അതിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു ഇരുമ്പ് കട്ടിലും അല്പം പാത്രവും ഒരു ഗ്യാസുമായി ഞാൻ ആ വീട്ടിലേക്ക് വന്നു. നിങ്ങൾ ആ ബ്രദറിനോട് ചോദിച്ചാൽ മതി. ആ വീട്ടിൽ ഞാൻ താമസിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നീട് വിവാഹിതനായി അവിടെ നിന്നാണ് മാർത്തോമ കോളേജിന്റെ ഫ്രണ്ടിലേക്ക് പോയത്. പിന്നീട് പറയാം, സാക്ഷ്യങ്ങളൊക്കെ സമയം പോയതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് പറയാം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിന്റെ സമർപ്പണം ആഴത്തിലാണെങ്കിൽ നിന്റെ മേൽ പണിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു വിഷയത്തിൽ ഭാരപ്പെട്ട് ഞെരുങ്ങി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് 2000 എനിക്ക് ഇവിടെ MP സോളമനച്ചൻ്റെ ഫോൺ വരുന്നത്. ബ്രദർ, ഇവിടെ കമ്മിറ്റി നടക്കുന്നു, കൺവെൻഷന് സുബി വരണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്, വരാമോ, പാസ്പോർട്ട് ഉണ്ടോ എന്നും ചോദിച്ച്. 2 മാസം മുമ്പും കാക്കനാട് പള്ളിയിൽ 3 ദിവസം സോളമനച്ചൻ്റെ കൂടെ താമസിച്ച് ഞാനായിരുന്നു ഈ വർഷത്തെ കാക്കനാട്ട് പള്ളിയിലെ കൺവെൻഷനും. അന്നത്തെ ഓർമ്മ ഞങ്ങൾ വീണ്ടും ഷെയർ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവം ആർക്കും കടക്കാരൻ അല്ല. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, നമ്മുടെ തീരുമാനവും നമ്മുടെ തിരഞ്ഞെടുപ്പും ആഴത്തിലാണെങ്കിൽ നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും ആമീൻ ഒരു നന്മ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, മോശയുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. മിസ്രൈമിലെ ഭൗതിക നന്മകളെക്കാളും ഫറവോന്റെ പുത്രിയുടെ 24-ാമത്തെ വാക്യമാണെന്ന് വായിച്ചാട്ടെ. 11-24. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാനാ വാക്യം പറഞ്ഞത്. സമർപ്പണം ആവേശത്തിലല്ല, അനുഭവത്തിലാണ്. ശ്രദ്ധിക്കണേ, 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. മോശ ഈ സമർപ്പണം ചെയ്തത് ആവേശത്തിൽ നിന്നല്ല, അറിവിൽ നിന്നാണ്. എന്താ തെളിവ് പറയാം. ഇവനെ നൈനദിയുടെ ആഴത്തിൽ ഒഴുക്കി വിട്ടു. പരമാന്റെ പുത്രി ശിശു സൗന്ദര്യമുള്ളവനെന്ന് കണ്ട് എടുത്തോണ്ട് പോയി അവനെ വളർത്തുമ്പോൾ അവന് മുലപ്പാല് കൊടുത്തത് അവന്റെ അമ്മയാണ്. വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി ആമേൻ, മോശെ, നിന്റെ അമ്മ നിനക്ക് തന്ന മുലപ്പാലിന്റെ ശമ്പളം വരെ, അവിടെ ചെലവ് വരെ ശത്രുവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊടുപ്പിച്ചൊരു ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മ പാല് കൊടുത്തോണ്ടിരുന്നപ്പോ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, മോനെ, നിന്നെയും നിന്റെ അപ്പനെയും എന്നെയും ഇങ്ങനെ 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 നടത്തിയ ഒരു ദൈവമുണ്ട്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് മുലപ്പാല് കൊടുത്തപ്പോൾ ഈ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു, കുഞ്ഞേ, നിനക്കറിയാമോ നിന്റെ മാതാപിതാക്കളെ ഇങ്ങനെ 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 നടത്തിയ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കേട്ട് 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 അവൻ വളർന്നു വന്നതുകൊണ്ടാ അവൻ പറഞ്ഞത്, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവിയേക്കാൾ മിസ്രൈമിലെ ഭൗതിക നന്മകളെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. സമർപ്പണം. ഇനി പണിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണിയും കൂടെ. എന്താ മോശയുടെ മേൽ നടന്ന പണി? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവൻ അങ്ങനെ തീരുമാനം എടുത്തില്ലെന്നിരിക്കട്ടെ, യുദ്ധം വരും, ദൈവം വേറൊരു മോശ എഴുന്നേൽപ്പിക്കും.
ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ ദൈവം വേറൊരുത്തനെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഫറവോൻ പറയും ഈ മോശയോട്, നീ വേണം സൈന്യത്തിന്റെ അധിപനായി പോകാൻ. ഫറവോനും സൈന്യവും ചെങ്കടൽക്കരയിൽ ചത്തുപൊങ്ങിയ കൂട്ടത്തിൽ മോശ ചത്തുപൊങ്ങിയേനെ. ഇന്ന് രാത്രി ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. ഈ ലോകത്തിൽ ഒരു മൃഗം ചത്തു പൊങ്ങുന്നത് പോലെ ചത്തു പൊങ്ങി നീ അവസാനിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് ചേർന്ന് ചിലത് തിരഞ്ഞെടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ. പ്രൈസ് ദി ലോർഡ്. മോശേ, നിന്നെ കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും എന്റെ തേജസ് കാണിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ തെരഞ്ഞെടുപ്പിന്റെ വലിപ്പം കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും നിന്നെ എന്റെ തേജസ് കാണിച്ചത് നിന്റെ സമർപ്പണം കൊണ്ടാ. അങ്ങനെയാണ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവുക. നിങ്ങൾ ആഴത്തിൽ സമർപ്പിച്ചാൽ നിന്നെ ദൈവത്തിന്റെ തേജസ് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവത്തിന്റെ തേജസ് കാണിക്കും. രണ്ടാമത്തെ പ്രോമിസ്, ദേഹബലം ക്ഷയിക്കാതെ നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും. ഉറപ്പുണ്ടെങ്കിൽ സ്വത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴത്തിൽ സമർപ്പിക്കുന്ന എന്നെ തേജസ് കാണിക്കും ദൈവത്തിന്റെ. രണ്ട്, ദേഹബലം ക്ഷയിക്കാതെ എന്നെ എത്തിക്കുന്നിടത്ത് മുറുക്ക പറ, വിശ്വാസത്തെ പറ. ഹല്ലേലൂയ. ദൈവമക്കൾ ആവർത്തിച്ചു പറ, ഞാൻ സമർപ്പിച്ചത് കൊണ്ട് എന്നെയും എന്റെ തലമുറയെയും എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. തലകളെ വണക്കാം. ദൈവത്തിന് മക്കളെ, ഇന്ന് രാത്രിയിൽ സുവിശേഷം നമ്മളിലൂടെ പ്രസംഗിക്കപ്പെടട്ടെ. സുവിശേഷം ദേശത്ത് മുഴങ്ങട്ടെ. ജീവനുള്ള ദൈവത്തിന് ദാസൻ ദാനിയേലേ എന്ന് രാജാക്കന്മാരെ കൊണ്ട് ദൈവം വിളിപ്പിക്കട്ടെ. 3 കാര്യം മതി. 3 കാര്യം. പ്രമാണം ഹൃദയത്തിൽ, പ്രാർത്ഥന വീട്ടിൽ, സമർപ്പണം ആഴത്തിൽ. അങ്ങനെ ചെയ്താൽ തേജസ് കാണിച്ച് എത്തേണ്ടടുത്ത് നമ്മെ എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രാരംഭ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിച്ചു. കർത്താവേ, അല്പം കൂടെ ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ എനിക്ക് കൃപ തരണേ. എനിക്ക് കൃപ തരണേ കർത്താവേ. നാം ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറഞ്ഞോട്ടെ. ലോകത്തിന്റെ പ്രമാണം കൊണ്ട് ഈ പ്രമാണത്തെ നിങ്ങൾ വരിഞ്ഞു മുറുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരിടം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന എനിക്ക് എൻ്റെ വീട്ടിനകത്ത് നിന്ന് എൻ്റെ അപ്പനെ കൺമുമ്പിൽ കാണാം. എൻ്റെ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ എനിക്ക് കഴിയും, ചില തിരുത്തിക്കാൻ എനിക്ക് കഴിയും, ചില പദ്ധതി ഇടിയിക്കാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏൽപ്പിക്കാം. മനോഹരമായൊരു പാട്ടാണ്. ഇതിനോട് ചേർത്ത് വെക്കാം. തീരണം പാരിലെന്നാൽ തിരുപാദ സേവ. കർത്താവേ, സുവിശേഷത്തിന്റെ വക്താക്കളായി തീരാൻ ഏൽപ്പിക്കാം. തീരണം പാരിൽ തിരുപാദ സേവയാദാ. തീരണം പാരിലൻ ഓ തിരുപാദ സേ. കരങ്ങൾ തട്ടി പാടാം. ചേരും ഞാനോടുവില്ല പ്രിയനാരി ആരുമേ മാർവോടാണയ്ക്കോ. ചേരും ഞാനോടുവില്ലൻ നാരികൾ ആരുമയോടാവനൻ മാർവോടാണയ്ക്കോ. കുരിശെടുത്ത്
കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കൂ ഞാനാം അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനെ കാരോടുന്നു, അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനെ അറിഞ്ഞിടുന്നു. ആവേശഭാരം ആനന്ദിടുമ്പോ അവനമ്പമാ എനിക്കവൻ മാവോ ആവേശ ഗ്ലോറി 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 അവനമ്പമായ ഓ ജീസസ് ആമേ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കൂ ഞാനാം വാനേ. ആമേൻ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കൂ ഞാനാം വാനേ. ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എത്ര ഹൃദ്യമായി നീ ഞങ്ങളോട് കഴിഞ്ഞ 1 മണിക്കൂർ സമയം ഇടപെടുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നീ സുവിശേഷത്തിന് വേണ്ടി ഞങ്ങളെ നിലനിർത്തുന്ന, സുവിശേഷത്തിൻ്റെ വക്താക്കളായി നിലനിർത്തുന്നതിന് വിവിധ ക്രമീകരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവമാണെന്ന്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളെ എല്ലായ്പ്പോഴും മാനിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് സന്ധ്യയിൽ നീ ഞങ്ങളെ കേൾപ്പിച്ച ദൈവമാകിയാണ് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്നപ്പോൾ ഒരു അന്യജാതിക്കാരൻ അവനെ ദൈവത്തിൻ്റെ ദാസനെന്ന് വിളിക്കാൻ തക്കവണ്ണം കർത്താവ് അവൻ്റെ ജീവിതം കൃതാർത്ഥതയുള്ളതാക്കിയത് ഞങ്ങളെ കേൾപ്പിച്ച ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആഴത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസവും ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രമാണത്തെ സൂക്ഷിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണമുള്ളവരായി നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നിൻ്റെ പ്രമാണം ഞങ്ങളുടെ ഹൃദയത്തിലും നിന്നോടുള്ള ഭക്തിയിലെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ സമർപ്പണം ആഴത്തിലുമാകുമ്പോൾ ദൈവം തമ്പുരാൻ ഞങ്ങളെ മാനിക്കുമെന്ന് കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, വചനമെല്ലായ്പ്പോഴും ഞങ്ങളിൽ ക്രിയ ചെയ്യുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഈ വചനം പങ്കുവെക്കുവാൻ അവിടുത്തെ അപേക്ഷത്തിന് കൊടുത്ത ദൈവകൃപയ്ക്ക് നന്ദിയോടെ ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്ന കർത്താവേ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, വിനയത്തോടും വിവേകത്തോടും കൂടി അതിനെ സ്വീകരിച്ച് വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷ ആയുസ്സിൽ കർത്താവെ അതിനെ ഗൗരവമായി ക്രമീകരിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യകൾ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നീ കൂട്ടിക്കൊണ്ട് വന്നല്ല കർത്താവേ. ഈ വചനം കേട്ട് അത് മനനം ചെയ്ത് ഇന്ന് രാത്രിയിൽ ഉറങ്ങുവാൻ, സമർപ്പണത്തോടെ വിശ്വാസത്തോടെ നാളെ എഴുന്നേറ്റ് വരുവാൻ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാൻ, ഈ വർഷത്തെ ഞങ്ങളുടെ ഈ പാട്ടും കൂടി വരവും ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമാകാൻ, ഞങ്ങളുടെ ഇടവ മിഷന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകാൻ, ഈ ഇടവഴിക്കത് അനുഗ്രഹകരമാകാൻ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ മുഖാന്തരമാക്കണമേ. ഞങ്ങളെല്ലാവരും ഇനി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ.
നാളെ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷ മലയാളത്തിലും നാളെ 12:30 ഇംഗ്ലീഷിലും വിശുദ്ധ കുർബാന ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കൺവെൻഷൻ്റെ 2ാം രാത്രി യോഗം നാളെ വൈകിട്ട് 7:45 സന്ധ്യാപ്രാർത്ഥനയോട് ആരംഭിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ വിജയച്ചൻ മുമ്പോട്ട് വന്ന് സമാന പ്രാർത്ഥന നടത്തി നമ്മൾ ആശീർവാദത്തിന് ശേഷം സമാധാനത്തോടെ കിടന്നു. ദൈവമായ കർത്താവേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ കർത്താവേ നിന്റെ ദേവാലയത്തിൽ ഞങ്ങൾ കടന്നു വന്ന് തിരുവചനം ശ്രവിപ്പാൻ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കാൻ, വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, കർത്താവെ അതിലൂടെ നന്മകളെ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. വചനം കേട്ട് കർത്താവെ അതനുസരിക്കുന്നവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളോടെ ദൈവകൃപയോടെ ജീവിക്കുന്നവരായിരിക്കാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാളത്തെ വിശുദ്ധ ദിവസത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം പ്രഘോഷിപ്പാൻ നിന്റെ ദാസനോട് ശക്തീകരിച്ച് ഓർത്ത് സ്തോത്രം. കടന്നു വരുവാൻ ഞങ്ങൾ കൃപ നൽകിയതിനായി നന്ദി കരുതുന്നു കർത്താവെ. കൃപയോടെ മടങ്ങട്ടെ. നാളെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ തിരുശരക്തങ്ങളെ ഭക്ഷിച്ച് നിനക്കായി ജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനകളെ തിരുസനെ സമർപ്പിക്കുന്നു. സകല യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടുകൂടെ പോകുകയും കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. കേട്ട വചനം നമ്മുടെ കാലുകൾക്ക് പ്രകാശവും പാതകൾക്ക് ദീപവുമായി എന്നും എന്നേക്കും കൂടെ ഇരിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനത്തോടെ കിടന്നു.